നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിപ്പോ എല്ലാം നമുക്ക് തെരിഞ്ഞ ആളുകൾ തന്നെ. ഇനിയിപ്പോ നല്ലൊരു മുഹൂർത്തം പാക്കണം. അത് ഫിക്സ് പണി കല്യാണം പണി വെക്കണം. ആരുടെ? മോൻ ഭയങ്കര കുസൃതിയാണ്. അവന്റെ ഒരു കാര്യം എന്താണെന്നറിയോ? എന്ത് കാര്യത്തിനെ കുറിച്ചും വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചില സമയത്ത് ഉത്തരം മുട്ടിപ്പോവും. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോ അവൻ ചോദിക്കുന്നതിലൊക്കെ അർത്ഥമുണ്ടെന്ന് തോന്നും. ചിലപ്പോ അവനും ഇദ്ദേഹത്തെ പോലെ അർത്ഥമുള്ള വരികൾ എഴുതാൻ തുടങ്ങുമായിരിക്കും അല്ലേ? ഇനി പിന്നെ എഴുതാം. ഞാൻ വല്ലാതെ കാത്തിരിക്കുന്നുണ്ട് ഒരു മറുപടിക്ക്. അച്ഛനെന്ത് എഴുതിക്കൊണ്ടിരിക്കുന്നേ? ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അച്ഛൻ എഴുതി തീർന്നിട്ട് മോളെ കാണിക്കാം കേട്ടോ. നിത്യമേ, ഒറ്റയ്ക്കിരുന്ന് പ്രേമലേഖനം എഴുതുവാണോ? പോടാ അവിടുന്ന്. വലിയൊരാള് വന്നിരിക്കുന്നു ചോദ്യം ചെയ്യാൻ. വാ നിത്യമേ, എനിക്ക് ഉറക്കം വരുന്നു. വാ. കൈ മാറ്റ്, എനിക്ക് ഉറക്കം വരുന്ന അച്ഛാ. എന്നാ നമുക്കങ്ങ് പോയേക്കാം. അച്ഛൻ എനിക്ക് കവിത ചൊല്ലിത്തരോ? ഇനി ഞാനൊരു കാര്യം ചെയ്യാം. ആ കവിത പാടിയിട്ട് ഒരു CD-യിലിട്ട് റെക്കോർഡ് ചെയ്ത് CD നിനക്കങ്ങ് പ്ലേ ചെയ്തുതരാം. അപ്പൊ പിന്നെ നിനക്ക് ദിവസവും കേൾക്കാമല്ലോ. അതൊന്നും വേണ്ട, എനിക്ക് അച്ഛൻ പാടുന്ന നേരിട്ട് കേട്ടാ മതി. നിത്യമേ, ഇന്നും എന്നെ ഉറക്കാനുള്ള പാട്ട് മധുരമ്പര കാറ്റാ കേട്ടോ. ഞാൻ നിത്യാമ്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. അതെന്താ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നത്? നിത്യാമ്മ നന്നായിട്ടിരുന്നാലേ എല്ലാരും സന്തോഷമായിട്ടിരിക്കുമല്ലോ. നിത്യാമ്മ ചിരിച്ചാലേ എല്ലാരും ചിരിക്കുമല്ലോ. അപ്പൊ പിന്നെ നിത്യാമ്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാ പോരെ? എല്ലാ മറുപടിയും നോക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാ. ഇതാരുടെ ഈ കാറ്? ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ.
ரொம்ப நாளா எல்லாரும் காத்திருந்த நிமிஷம் இதுதான். அம்மா வந்தாச்சு. മോൾ അമ്പലത്തിൽ നിന്നല്ലേ? നന്നായി. ഒരു നല്ല കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് ക്ഷേത്ര ദർശനം നല്ലതാ. ഞാൻ ഇന്നലെ രാത്രിയാ വന്നത്. വന്നു എന്നല്ല, വിളിച്ചു വരുത്തിയായിരുന്നു അമ്മയും മോനും കൂടി. കുറെ നാളുകളായിട്ട് ഇവരുടെ സംസാരത്തിലെ പ്രധാന വിഷയം മോളായിരുന്നു. അമ്മയും മകനും ഒരു പ്രധാന തീരുമാനത്തിലെത്തുമ്പോ ഞാൻ വന്നില്ല കണ്ടില്ല എന്ന് വേണ്ടല്ലോ. എന്താ അമ്മ ഇതൊക്കെ? വിവാഹക്കാരെ സംസാരിക്കാനേ ഇവർ വന്നിരിക്കുന്നത്. ഇവന്റെ വിവാഹിനി നീട്ടിക്കൊണ്ടു പോവാൻ പറ്റില്ല. ഇവൻ കെട്ടുകയാണെങ്കിൽ മോളെ മാത്രമേ കെട്ടുള്ളൂ എന്നും പറഞ്ഞ് ഒറ്റ കാലിൽ നിൽക്കുക. അപ്പോ പിന്നെ ഒരു തർക്കം എന്തിനാണെന്ന് ഞാനും കരുതി. ഇതിപ്പോ എല്ലാം നമുക്ക് തെരിഞ്ഞ ആളുകൾ തന്നെ. ഇനിയിപ്പോ നല്ലൊരു മുഹൂർത്തം പാക്കണം. അത് ഫിക്സ് പണി കല്യാണം പണി വെക്കണം. ആരുടെ? കാർത്തിക് എന്നെ കുറിച്ച് എന്താണ് ആന്റിയോട് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ കാർത്തിക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമല്ലെന്നും ഒരു വിവാഹത്തിന് താല്പര്യമില്ലെന്നും ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാർത്തികിനോട് ചോദിച്ചു നോക്ക്. സത്യമാണോടാ ഇത്? നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതെ അമ്മേ, ഈ വിവാഹക്കാരും പറയുമ്പോ എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണല്ലോ പറയാ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ മോളെ. ഇത് ന്യായമായ ഒരു ആലോചനയല്ലേ? സോറി അങ്കിൾ, എനിക്ക് താല്പര്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.